പശ്ചിമേഷ്യയിലെ യുദ്ധം രാജ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും സ്വയം നിയന്ത്രിക്കണമെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഇന്ധനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, യാത്രകൾ ഒഴിവാക്കുക, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആഭ്യന്തരമായി തന്നെ പ്രയോജനപ്പെടുത്തുക, യാത്രകളിൽ കഴിയുന്നത്ര പൊതുഗതാഗത സംവിധാനങ്ങളെ ഉപയോഗിക്കുക, ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, ഇങ്ങനെയുള്ള നിരവധിയായ നിർദ്ദേശങ്ങൾ ആയിരുന്നു മുന്നോട്ട് വെച്ചത്. ഇക്കാര്യം വിശദമായി തന്നെ ന്യൂസ് ടൈംസ് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അന്ന് തന്നെ നമ്മൾ സൂചിപ്പിച്ചു, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കാൻ പോകുന്നത് ഒരു വർഷത്തേക്കെങ്കിലും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു എന്നതാണ്. ഇപ്പോഴിതാ വിപണിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ്. വിപണിയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം രാജ്യത്തെ സ്വർണ്ണ വിപണിയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങൾ, അതായത് ഓഹരി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർണം ഷെയറുകളിൽ കാര്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ പ്രകടമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ മറ്റൊരു നീക്കം കൂടി നടത്തിയിട്ടുള്ളത്. അതായത് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തി എന്നതാണ്. നേരത്തെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ എന്നത് 6% എന്നതായിരുന്നു. അത് നമ്മൾ സാങ്കേതികമായ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇറക്കുമതി തീരുവ എന്നത് 4.35%, അതോടൊപ്പം തന്നെ സെസ്സും ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയാണ് ഈ ഇറക്കുമതി തീരുവയുടെ ആകെ നികുതി ഭാരം കണക്കാക്കുമ്പോൾ അത് 6%ലേക്ക് എത്തി നിൽക്കുന്നത് എന്നതാണ്. ഈ 6% എന്നതാണ് ഇപ്പോൾ 15%ആയി ഉയർത്തിയിട്ടുള്ളത്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ 2026 മെയ് 13 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ വിജ്ഞാപന നമ്പർ 16/2026 കസ്റ്റംസ്, 17/2026 കസ്റ്റംസ് എന്നിങ്ങനെയുള്ള വിജ്ഞാപന പ്രകാരം ഇപ്പോഴത്തെ തീരുവ എന്നത് 10% ആണ് ഉയർത്തിയത്. പക്ഷേ ഫലത്തിൽ സ്വർണത്തിന് വരുന്ന തീരുവ എന്നത് 10% അല്ല, അത് 15%. അതായത് അടിസ്ഥാന കസ്റ്റംസ് തീരുവയ്ക്ക് പുറമെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന സെസ് എന്ന ഒരു സെസ് കൂടി ചുമത്തിയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ആകെ നികുതി ഭാരം എന്നത് 15%ആയി ഉയർന്നു. ഈ 15% നികുതി ഭാരം ഉയരുമ്പോൾ സ്വാഭാവികമായും അത് സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിലേക്കാണ് പ്രതിഫലിക്കുക എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സ്വർണ്ണ വിപണിയിൽ വലിയ മാറ്റം സംഭവിക്കുകയും ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർണത്തിൽ റെക്കോർഡ് വർധനവ് ഉണ്ടാവുകയും ചെയ്തത് എന്നതാണ്. അതായത് നിലവിൽ കേരളത്തിലെ വിപണി വില, ഇവിടെ പ്രേക്ഷകരെ ആവർത്തിച്ച് സൂചിപ്പിക്കേണ്ടത് കേരളത്തിലെ വിലയാകണമെന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കം എന്നുള്ളതാണ്. ഒപ്പം ഈ സ്വർണത്തിന്മേലുള്ള വിറ്റുവരവ്, അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അത് കേരളം പോലെ സ്വർണ്ണ വിപണി സജീവമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 1275 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. പവന് 10,200 രൂപയുമാണ് വർദ്ധിച്ചിട്ടുള്ളത് എന്നതാണ്. ഈ നിലയിൽ ആണ് സ്വർണത്തിന്റെ വർധനവ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില എന്നത് 15,390 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പവൻ, നമുക്കറിയാം ഒരു പവൻ 8 ഗ്രാം എന്നതാണ്. അങ്ങനെ ഒരു പവന് 1,23,220 രൂപ എന്നതാണ് ഇന്നത്തെ വിപണി വില. ഇതിലേക്ക് പണിക്കൂലി അടക്കം നൽകിക്കൊണ്ടായിരിക്കും ആഭരണമായി സ്വർണം വാങ്ങുന്നവർക്ക് നൽകേണ്ടി വരിക. അപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ, 1.5 ലക്ഷത്തിന് അടുത്ത ഒരു തുകയൊക്കെ നല്ല പണിക്കൂലിയുള്ള ആഭരണങ്ങൾക്ക് നൽകേണ്ടതായി വരും. ഒപ്പം GST ഉൾപ്പെടെയുള്ള നികുതിയും ഉണ്ടാകും. പലപ്പോഴും ഈ സ്വർണ്ണവില, ഇന്നത്തെ സ്വർണ്ണവില എന്ന നിലയിൽ ഈ സ്വർണ്ണ ഉടമകൾ, സ്വർണ്ണ ജ്വല്ലറി ഉടമകളുടെ സംഘടന പുറത്തുവിടുമ്പോൾ അതിൽ GSTയുടെ കണക്ക് വരാറില്ല. അപ്പോൾ നികുതി അടക്കം ചുമത്തപ്പെടുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ എന്ന നിലയിലേക്ക് സ്വർണം വാങ്ങുന്ന ആളിന് നൽകേണ്ടതായി വരുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആദ്യമല്ല. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇതിനു മുമ്പും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം എന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഇത്തരം ആഹ്വാനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇപ്പോൾ കണ്ടിട്ടുമുണ്ടാകും. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത് പല ആളുകളും ഈ യുദ്ധസമയത്തടക്കം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്.
അപ്പോൾ സ്വർണം വാങ്ങിക്കൂട്ടുമ്പോൾ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും സ്വർണത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ആവശ്യകത വർദ്ധിക്കുമ്പോൾ ഈ സ്വർണ്ണ ഇറക്കുമതി കമ്പനികൾ വലിയ തോതിൽ സ്വർണം മറ്റ് ഇടങ്ങളിൽ നിന്ന്, സ്വർണം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. അങ്ങനെയുള്ള ഇറക്കുമതി കുറയ്ക്കുക എന്നതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോളർ എന്നത് നമ്മുടെ വിപണികളിൽ നമുക്കറിയാം എപ്പോഴും ഈ കൊടുക്കൽ വാങ്ങലുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഡോളർ എന്നതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കമ്പനികൾ സ്വർണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമായി നൽകേണ്ടി വരുന്നത് ഡോളർ എന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ആവർത്തിച്ച് പറയുന്നത് രാജ്യത്തെ വിദേശ നാണ്യ ശേഖരം അത് വിറ്റഴിക്കാൻ ശ്രമിക്കരുത് കമ്പനികൾ എന്നതാണ്. നമ്മുടെ പക്കൽ ഉള്ള ഡോളർ, ആ ഡോളർ രാജ്യത്ത് തന്നെ സംരക്ഷിക്കപ്പെടുക, കഴിയുന്നത്ര അത് വിനിമയത്തിനായി ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇപ്പോൾ രാജ്യത്തിന് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ യുദ്ധം നടക്കുമ്പോഴും ഡോളറുമായാണ് ഈ മൂല്യം താരതമ്യം ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയൊരു നിർണായകമായ തീരുമാനം ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകർക്ക്, സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹ സീസണിലേക്ക് കരുതിയിരുന്നവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് ഈ സ്വർണത്തിന്റെ വിലവർദ്ധനം എന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഭരണകൂടത്തെയും സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ട നിയന്ത്രണങ്ങൾ ചുമതലപ്പെടുത്തും. ഇവിടെ ഇതാ ഈ സ്വർണത്തിൻ്റെ വില ഈ നിലയിൽ വർദ്ധിച്ചപ്പോൾ രൂപയുടെ മൂല്യം കൂടി എന്നതാണ്. അപ്പോൾ രൂപയുടെ മൂല്യം ഉയർന്നു നിൽക്കുക, ഡോളർ കഴിയുന്നത്ര രാജ്യത്ത് തന്നെ സംരക്ഷിക്കപ്പെടുക, അനാവശ്യമായി സ്വർണത്തിലേക്ക് കരുതൽ നിക്ഷേപം ആളുകൾ നടത്താതിരിക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ തീരുവ കൂട്ടിയത്. അതിൻ്റെ ഭാഗമായാണ് സ്വർണത്തിന് വില കുതിച്ചുയർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ കണക്കിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു ലോഹം ആണ് വെള്ളി എന്നത്. സ്വർണം ആഭരണങ്ങൾ പോലെ തന്നെ വെള്ളി ആഭരണങ്ങളും വെള്ളിയിൽ മേലുള്ള നിക്ഷേപവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരും വെള്ളി ഇപ്പോൾ ഈ പല ജോലികളും ചെയ്യുന്ന ആളുകൾ പോലും ചെറുതായൊക്കെ ട്രേഡിംഗ് നടത്തുന്നവർ ആണ്. ആ ട്രേഡിംഗ് നടത്തുന്നവർ പോലും വെള്ളി ശേഖരിച്ചു വെക്കുകയും വാങ്ങി വെക്കുകയും പിന്നീട് സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെള്ളിയുടെ വിലയും വലിയ തോതിൽ വർദ്ധിച്ചു. ഇപ്പോൾ 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയാണുള്ളത്. 10 ഗ്രാമിന് 3200 രൂപ എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ഈ സ്വർണത്തിൻ്റെയും അതോടൊപ്പം തന്നെ വെള്ളിയുടെയും വില വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെങ്കിലും സ്വർണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയും, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ വിലവർദ്ധനവ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്? ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അത് തന്നെ സ്വർണ്ണ വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. സ്വർണ്ണ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് തീരുവ ഉയർത്തിയത്. ഇപ്പോഴിതാ സ്വർണത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിക്കുന്നു. സ്വർണം വാങ്ങുന്ന ഒരാൾക്ക് പണിക്കൂലി സഹിതം ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ഒരു പവന് നൽകേണ്ടതായി വരുന്നു. എങ്ങനെ പ്രതിഫലിക്കുന്നു വിപണിയിൽ? ഇനി വരും ദിവസങ്ങളിൽ ഏത് തരത്തിൽ ഇത് മാറ്റമുണ്ടാകും എന്നാണ് സ്വർണ്ണ വിപണിയുടെ പ്രതീക്ഷ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.